കാലഘട്ടത്തിലെ ലോക പ്രശസ്ത കാവ്യമായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഖസീദത്തുൽ ബുർദയുടെ വരികളാണ് നാം ഇപ്പോൾ കേട്ടത്. ഇതെല്ലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് ഓരോ വർഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രകീർത്തന സദസ്സുകൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് കാലങ്ങളിൽ മദ്രസ ഹാളുകളിൽ നടത്തിയിരുന്ന പരിപാടികൾ ഇന്ന് അതിവലിയ മൈതാനങ്ങളിലേക്കും വലിയ വലിയ ഇന്റർനാഷണൽ കോൺഫറൻസുകളിലേക്കും ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിലേക്കുമെല്ലാം ചേക്കേറി വലിയ വലിയ വിപ്ലവങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകീർത്തന സദസ്സുകളെയെല്ലാം ആരെതിർത്താലും ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തേ? ഇവിടെയുള്ള ഏത് പുത്തൻവാദികൾ അതിനെതിരെ നിന്നാലും ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എതിരാളികൾ പോലും പറഞ്ഞതുപോലെ, പാശ്ചാത്യ ലോകത്തെ എഴുതി വിട്ടതുപോലെ, സ്ട്രോങ്സ്റ്റ് ബൈൻഡിംഗ് ഫോഴ്സ് ഇൻ ഇസ്ലാം, ഇസ്ലാമിലുള്ള ഏറ്റവും വലിയ ബൈൻഡിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ the love towards Prophet Muhammad sallallahu alaihi wasallam, റസൂലുള്ളാഹി തങ്ങളോടുള്ള അതിയായ സ്നേഹമാണ് ഇസ്ലാമിനെ ലോകത്ത് ഇത്രയധികം വളർത്തിയത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോലും ഇസ്ലാമിനെ ഇത്രയധികം ലോകത്ത് വളർത്തിയത് അത് മുഹമ്മദ് മുസ്തഫ, അവരുടെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് എന്നാണ് പാശ്ചാത്യ ലോകത്ത് പോലും എഴുതിവിട്ടത്. അതാണ് ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കലിലൂടെയും അവിടുത്തെ അനുധാവനം ചെയ്യലിലൂടെയുമാണ് നമുക്ക് ഏറ്റവും വലിയ വിജയമുള്ളത്. നമുക്കറിയാം, സ്വഹാബത്തെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. സ്വഹാബത്തും റസൂലുള്ളാഹി തങ്ങളും നിസ്കരിക്കുവാൻ നിൽക്കുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുമ്പോൾ സ്വഹാബത്ത് പിന്നിൽ മഅ്മൂമായിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇമാമായിട്ട് നിൽക്കുന്നു. തന്റെ നിസ്കാരത്തിനിടയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ചെരുപ്പ് ഊരി വെക്കുന്നു. അതുകൊണ്ട് സ്വഹാബത്തും തന്റെ ചെരുപ്പ് ഊരി വെക്കുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, അല്ലയോ സ്വഹാബ, എന്തിനാണ് നിങ്ങൾ ചെരുപ്പ് ഊരി വെച്ചത്? നിസ്കാരത്തിനിടയിൽ എന്തിനാണ് ചെരുപ്പ് ഊരി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് സ്വഹാബത്ത് പറയുന്നു, റഅയ്നാക അൽഖൈതന ഇലൈക യാ റസൂലല്ലാഹ് ഫഅൽഖൈനാ നിഅലനാ യാ ഹബീബല്ലാഹ്. ഹബീബായ തങ്ങളെ, ലോകത്തിന്റെ നേതാവേ, തിരുദൂതരേ, അവിടുന്ന് നിസ്കാരത്തിന് ചെരുപ്പൂരുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങളും ചെരുപ്പൂരിയത്. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സഹോദരന്മാരെ, സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തോ അവിടുന്ന് അനുധാവനം ചെയ്യുമായിരുന്നു. ആ റസൂലുള്ള എന്തിനു വേണ്ടി ചെയ്തോ അവർ കാരണം അന്വേഷിച്ചില്ല. ഹബീബായ തങ്ങൾ നിസ്കാരത്തിൽ എന്തിന് ചെരുപ്പൂരി എന്ന് കാരണം അന്വേഷിച്ചില്ല. റസൂലുള്ളാഹി തങ്ങൾ ചെരുപ്പൂരിയപ്പോൾ അവരും ചെരുപ്പൂരി. അതല്ലേ മഹാനരായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഒരു ദിവസം ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ ഹജറുൽ അസ്വദേ, നീ ഒരു വെറും കല്ലാണ്, നീ ഒരു കല്ലാണ്. ഞാൻ നിന്നെ ചുംബിക്കുന്നത് എന്റെ ലോകത്തിന്റെ നേതാവായ എന്റെ ജീവന്റെ തുടിപ്പായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ ചുംബിക്കുന്നത് എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവിടുന്ന് പറയുന്നു. അപ്പോൾ സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള പ്രണയമാണ്, അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഇത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചാലേ നിങ്ങളെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിക്കുന്നു. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞത് നമ്മുടെ ഇടയിൽ നിന്നൊരു സ്നേഹം പിടിച്ചു പറ്റാനുള്ള, അനുയായികൾക്കിടയിൽ നിന്നൊരു സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലായിരുന്നു. മറിച്ച് കാരണം എന്തേ? ഖുർആൻ പറയുന്നു, അഫ്ളലു ഖൽഖി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള ഏതേത് ചരാചരങ്ങളെയും ഇവിടെയുള്ള ഏതേത്
ട്രാൻസ്ലേഷൻ ഉണ്ട്. ഷാഹ് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു കവി അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിൽ പറയുന്നു, ഓ മൂൺ, ഓ ചന്ദ്ര, നെവർ മൈൻഡ് ഇറ്റ്, നീ വിഷയമാക്കരുത്. സംടൈംസ് യു ആർ ബ്രൈറ്റ്, പലപ്പോഴും നീ പ്രകാശപൂരിതമാണ്. സംടൈംസ് യു ആർ ഡിം, പലപ്പോഴും നീ മങ്ങിയ വെളിച്ചത്തിലാണ്. ചന്ദ്രാനി വരുന്നത് എന്നിട്ട് അവിടുന്ന് പറയുന്നു, but still your brightness is not equal to the best from the fruit of Prophet Muhammad sallallahu alaihi wasallam. നീ എത്ര പ്രകാശിച്ചാലും അതെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കാലിന്റെ അടിയിലുള്ള ഒരു മണൽത്തടിയുടെ ആ മണൽത്തടിയുടെ ഒരു ആറ്റത്തിന്റെ അടുത്തേക്ക് പോലും, ഒരു കണികയുടെ അടുത്തേക്ക് പോലും നിന്റെ ആ പ്രകാശം എത്തുന്നില്ല ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മഹത്തായ ഒരു കവിതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം എങ്ങനെയായിരുന്നു സ്വഹാബത്തിനെ സ്നേഹിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു സ്വഹാബത്തെ സ്നേഹിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു ഇമാമിയങ്ങൾ സ്നേഹിച്ചിരുന്നത് അറിയില്ലേ? സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കുള്ളനായൊരു സ്വഹാബിയുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ. ആ ഇബ്നു മസ്ഊദ് തങ്ങൾ വളരെ ചെറിയൊരു കാലിന് മുടന്നുള്ള ആളാണ് ഇബ്നു മസ്ഊദ്. ആ ഇബ്നു മസ്ഊദിനെ പലപ്പോഴും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് അവർ മറുപടി പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരോട്, സ്വഹാബത്തിനോട് മറുപടി പറഞ്ഞു, അല്ലയോ സ്വഹാബ, ഇബ്നു മസ്ഊദിനെ നിങ്ങൾ കളിയാക്കണ്ട. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെക്കാൾ വളരെ നേരത്തെ തന്നെ ഇബ്നു മസ്ഊദ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്വഹാബ. കാരണം ഇബ്നു മസ്ഊദ് ആരായിരുന്നു? ഖാദിമുൻ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിന്റെ ഖാദിമായിരുന്നു ഇബ്നു മസ്ഊദ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും ആ ഇബ്നു മസ്ഊദ് എന്ന കുള്ളനായ സ്വഹാബി റസൂലുള്ളാഹി തങ്ങൾ അനുഗമിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ വലതുകാലിന്റെ ചെരുപ്പൂരി വെച്ചാൽ ഇബ്നു മസ്ഊദ് അത് തന്റെ വലതു കരങ്ങൾ എടുത്തുകൊണ്ട് തന്റെ വലതു കക്ഷത്തിൽ വെക്കുന്നു. ഇടതുകാലിന്റെ ചെരുപ്പൂരിയാൽ ഇബ്നു മസ്ഊദ് അതേപോലെ പ്രവർത്തിച്ചുകൊണ്ട് തന്റെ ഇടതു കക്ഷത്തിൽ വെക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടത്തേക്കെല്ലാം അനുഗമിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ചെരുപ്പിന്റെ ഖാദിമായി എന്ന കാരണം കൊണ്ട് ബാക്കിയുള്ളവരെക്കാൾ മുൻപന്തിയിൽ സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്വഹാബ എന്ന് ഹബീബായ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നു. സഹോദരന്മാരെ, ആ ഹബീബിന്റെ ഏത് ആധാറിനെയും അവിടുത്തെ ചെരുപ്പിനെയും അവിടുത്തെ ചെരുപ്പിന്റെ രൂപത്തെയും അവിടുത്തെ ഷഅർ മുബാറക്കിനെയും അതുപോലെ തന്നെ ഏതേത് ആധാറുണ്ടോ അതിനെയൊന്നും വിമർശിക്കാൻ നിൽക്കാതെ, സ്നേഹമുള്ളവന് വിമർശിക്കാൻ വകുപ്പില്ല, വിമർശിക്കാൻ നിൽക്കാതെ അതിനെ സ്നേഹിക്കലാണ് ഈമാനുള്ള മുസ്ലിമിന്റെ കടമ. അറിയുമോ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ, ആ അബൂ ഹനീഫ് ഇമാമിന്റെ കാവ്യശകലങ്ങൾ ലോകത്ത് എത്രയോ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജൂ റിളാക വഹ്തമി ബിഹിമാക. ഇബ്നു മസ്ഊദ് തങ്ങൾ മദീനായുടെ മണിമുറ്റത്ത് വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ഞങ്ങൾ ഇവിടെ മദീനയിൽ വന്നത് അങ്ങേ ഉദ്ദേശിച്ചിട്ടാണ് നബിയേ. അബൂ ഹനീഫ് ഇമാം അവിടുന്ന് പറയുന്നു, പാടിയില്ലേ? ആ അബൂ ഹനീഫ് ഇമാം മദീനയിൽ പോയാൽ 3 ദിവസത്തിലേറെ മദീനയിൽ താമസിക്കാറില്ലായിരുന്നു. കാരണം എന്തേ? അവിടെ പ്രാഥമിക ആവശ്യത്തിന് പോവാൻ അബൂ ഹനീഫ് ഇമാമിന് താല്പര്യമില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന മണ്ണിൽ പ്രാഥമിക ആവശ്യത്തിന് പോയില്ലായിരുന്നു, ടോയ്ലറ്റിൽ പോവാറില്ലായിരുന്നു. ആ ഇബ്നു മസ്ഊദ് തങ്ങൾ ഇവിടെ മൂത്രമൊഴിക്കാൻ പറ്റൂല, കാരണം ഇവിടെ പരിശുദ്ധമായ മണ്ണാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അബൂ ഹനീഫ് ഇമാം അവിടെ ടോയ്ലറ്റിൽ പോവാറില്ലായിരുന്നു. അറിയുമോ അബൂ ഹനീഫ് ഇമാം? ആ അബൂ ഹനീഫ് ഇമാം അങ്ങനത്തെ പ്രണയിച്ചവരല്ലേ? മദീനയിലേക്ക് പോയ എത്രയോ മഹാന്മാരുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. സഹോദരന്മാരെ, സമയം ഇവിടെ വളരെ ദീർഘമാണ്, ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല. അറിയുമോ? അതെ, അതുകൊണ്ട്
നമുക്ക് വിജയിക്കാനുള്ള ഏറ്റവും മാർഗം അത് ഹബീബിനോടുള്ള പ്രണയമാണ്. സഹോദരന്മാരെ, അറിയുമോ, ആ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ച രാവുകളിലും നാം സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് എത്താൻ ആഗ്രഹിക്കണം. ഒരൊറ്റൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താം. വളരെ നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. പക്ഷേ ബറക്കത്തിന് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ചെറിയ സംഭവം കൊണ്ട് വളരെ പ്രോജ്വലമായ അധ്യായമാണ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അതേ ശത്രുവിന്റെ 10,000 കുതിരശക്തിയോടെ ശത്രുവിന്റെ ആയുധം അതേ മുസ്ലിമീങ്ങൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. ഹബീബായ തങ്ങൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആ കൂട്ടത്തിൽ ഹബീബായ തങ്ങളുടെ മുഖത്തിന് നേരെ അതാ ഒരു അമതാവ വരുന്നു. സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ദുഷ്പ്രചാരണം നടത്തിയത് കൊണ്ട് സ്വഹാബത്തെല്ലാം നിരായുധരായിരുന്നു. ഹബീബായ തങ്ങൾ വഫാത്തായി എന്ന ഉഹുദിന്റെ രണാങ്കണത്തിൽ ഹബീബായ തങ്ങൾ വഫാത്തായി എന്നൊരു ദുഷ്പ്രചാരണം നടത്തിയത് കൊണ്ട് അവിടുന്ന് സ്വഹാബത്തെല്ലാം ഉഹുദിന്റെ രണാങ്കണങ്ങളിൽ നിന്ന് പിന്മാറി ഓടുകയായിരുന്നു. അപ്പോയതാ സ്വഹാബി വര്യനായ ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ശിഷ്യഗണമായ സ്വഹാബി വര്യനായ ഖതാദ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ആ ഖതാദ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എണീറ്റുകൊണ്ട് ഖതാദ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ മുഖത്തിന് നേരെ തന്റെ മുഖം ഒരു പ്രൊട്ടക്ഷനായി നൽകുന്നു. ആ അമ്പതാ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് പതിക്കുന്നു. കണ്ണ് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് അടർന്നു വീഴുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു ഫാസിറ ഖതാദ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്നുഹു ഫീ കഫിഹി. ഖതാദ റളിയല്ലാഹു അൻഹു തന്റെ കൈകളിൽ കണ്ണുമായിട്ട് ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് പോവുകയാണ്. ആരണാങ്കണത്തിൽ തന്നെയുള്ള ഹബീബായ നബിയുടെ തിരുസവിധത്തിലേക്ക് പോകുന്നു. ഇത് കണ്ടുകൊണ്ട് ഹബീബായ തങ്ങളുടെ കണ്ണുനീരതാ ഹബീബിന്റെ കണ്ണിൽ നിന്നൊലിക്കുന്നു, കണ്ണുനീരൊലിക്കുന്നു. കാരണം എന്റെ അനുയായികളോട് സ്നേഹമുള്ള നേതാവല്ലേ, എന്റെ അനുയായിതാ ഇവിടെ കണ്ണുപോയിക്കൊണ്ട് അല്ലാഹുവേ ഹബീബ് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ പ്രവാചകന് പ്രൊട്ടക്ഷൻ നൽകുവാൻ വേണ്ടിയിട്ട്, നിന്റെ പ്രവാചകനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എന്റെ അനുയായിതാ കണ്ണ് നൽകിയിരിക്കുന്നു. അല്ലാഹുവേ, ഹബീബായ തങ്ങൾ അവിടുന്ന് കണ്ണ് വാങ്ങിക്കൊണ്ടതാ അതേ സ്ഥാനത്ത് തന്നെ വെക്കുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പിന്നീട് ആ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല. സഹോദരന്മാരെ, അങ്ങനെ ഉണ്ടാക്കിയ ദീനാണ് ഈ ദീനുൽ ഇസ്ലാം. ഹബീബായ തങ്ങൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ തന്റെ മുൻപിൽ കൊടുത്തുകൊണ്ടുണ്ടാക്കിയ ദീനാണ് ദീനുൽ ഇസ്ലാം. ആ സ്വഹാബത്തെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. സമയം വളരെയധികം ദീർഘിച്ചു പോയിട്ടുണ്ട്.